ഹലോ ഗൈസ്, നമ്മളൊന്ന് ലണ്ടനിൽ പോയ കഥ കേൾക്കാം. ഞങ്ങളിവിടെ വന്നിട്ടൊരു 2.5 ഇയേഴ്സായി. പക്ഷേ നമ്മളിന്നും പ്ലാൻ ചെയ്യും നമുക്ക് ലണ്ടനിൽ പോവാം, ക്രിസ്മസിന് ലണ്ടനിൽ പോവാം, ലൈറ്റ്സ് കാണാൻ പോവാം എന്നൊക്കെ. പക്ഷെ അത് ഭയങ്കര ഇങ്ങനെ നമ്മൾ വെച്ച് വെച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു സാറ്റർഡേ സൺഡേ അടുപ്പിച്ച് കിട്ടിയപ്പോൾ നമുക്ക് 4 പേർക്ക് ലീവ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 4 ഫ്രണ്ട്സാട്ടോ പോയത്. 4 പേർക്കൂടെ ലീവ് കിട്ടിയപ്പോൾ ഒറ്റ പോക്കായിരുന്നു. അയ്യോ, ലൈഫിൽ ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ അത്രയും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു അത്. നമ്മൾ ഇവിടുന്ന് ഒരു 4 അവേഴ്സ് മിച്ചമുണ്ട് ട്രാവലിങ്ങിന്. പക്ഷേ എൻ്റെ പൊന്നെ, നമ്മൾ ഇത്രയും ഹാപ്പി ആയിട്ടിരുന്ന് 2 ദിവസം ഇല്ല. അതായത് ഇപ്പോൾ ഒരിടത്ത് പോയി നമ്മൾ റൂമിൽ തന്നെ ഇരുന്നെങ്കിലും നമ്മുടെ കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അവിടെ നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, എന്ത് പൊട്ടത്തരം വെള്ളം വിളിച്ചറിയാം. അപ്പം അങ്ങനെയുള്ള 4 പേര് ഒരുമിച്ച് ഇത്രയും നല്ലൊരു പ്ലേസിൽ പോയപ്പോൾ കിട്ടിയ ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത ഡേയ്സിൻ്റെ 2-3 ദിവസം തൊട്ട് നമ്മൾ എന്ത് എന്ത് കഴിക്കണം, എവിടെ പോകണം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ബൊറോ മാർക്കറ്റിലൊക്കെ പോയിട്ട് അവിടുത്തെ കുറച്ച് ഫേമസ് ഫുഡൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഹംബിൾ ക്രംബിളിൽ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, അതും പിന്നെ നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റ്, പിന്നെ എന്തോ ഒരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടായിരുന്നു, പ്രോൺസ് വിത്ത് റൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അതൊക്കെ വൺ ടൈം കഴിക്കാനേ കൊള്ളുള്ളൂ. പിന്നെ രണ്ടാമത് കഴിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നോ. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ബെസ്റ്റ് മൊമെൻറ്റ്സ് വിത്ത് ബെസ്റ്റ് പീപ്പിൾസ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പം അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്കോട്ട്ലൻഡ് പോയാലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തത് ലണ്ടനിൽ. എന്നാലും അടിപൊളിയായിരുന്നു.